മൺചട്ടി ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക. 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് ഒന്ന് പൊട്ടി മൂത്ത് വരുമ്പോൾ ഒരു മാങ്ങ തൊലി ചെത്തി കഷ്ണങ്ങളാക്കിയത് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ 1/4 മുറി തേങ്ങ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1 ഉള്ളിയുടെ ഹാഫ് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത്, 1 ടേബിൾ സ്പൂണ് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നമ്മുടെ മാങ്ങ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 3 കപ്പ് വെള്ളം കൂടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പ് വെച്ച് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ഏകദേശം ഒരു കുറുകി നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം. അതിരുന്ന് ആ ചൂടിൽ നല്ലതുപോലെ കുക്കായിട്ട് കിട്ടും. നിങ്ങൾക്ക് തേങ്ങ ചേർക്കാതെ ബാക്കി അരപ്പ് ചേർത്ത് വേണമെങ്കിൽ ഈ അടിപൊളി ഒരു മാങ്ങാക്കറി ഉണ്ടാക്കാവുന്നതാണ്.